ചേട്ടാ അദ്ദേഹം ഇപ്പം മന്ത്രിയാണെന്ന് വിചാരിച്ച് കരുവന്നൂരിലെ ബാങ്കിൽ നിക്ഷേപിച്ച് കിട്ടാതെ പോയ പണം അദ്ദേഹം എങ്ങനെ എടുത്തു കൊടുക്കുന്നത്? സിനിമയിലെ പോലെ ബാങ്കിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന് ഈ രൂപ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ അതെടുത്ത് നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുമോ? അത് വല്ലതും പ്രായോഗികമായ കാര്യമാണോ? അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, ഈ പണമൊക്കെ ED കയ്യിലായിരിക്കുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അവിടെ നിന്ന് ചെന്ന് കാശ് വാങ്ങിച്ചോളാം നിങ്ങളുടെ മുഖ്യനോട് പറ. ഈ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞു, എനിക്ക് മുഖ്യന്റെ അടുത്തൊക്കെ പോകാൻ പറ്റുമോ? എന്നെ കൊണ്ട് അതൊക്കെ സാധിക്കുമോ? ചേച്ചി അധികം വർത്താനമൊന്നും പറയണ്ട എന്നൊക്കെ ഒരു സിനിമ സ്റ്റൈലില് ഒരു ഡയലോഗ് കാച്ചി നോക്കി. അപ്പോൾ ഈ സ്ത്രീ ഒരു പാവമാണെന്നേ അവര് പിന്നെ ഏതാണ്ട് പറഞ്ഞു. ഉടനെ നമ്മുടെ ഭരത് ചന്ദ്രൻ, സുരേഷ് ഗോപി ഒരു ഒറ്റ ഡയലോഗാ, എന്നാ പിന്നെ എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോളൂ, എന്നാ പിന്നെ എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോളാൻ ഈ പാവപ്പെട്ട സ്ത്രീയോട് ഒന്ന് ആലോചിച്ചു നോക്കണം. അവരടുത്ത വീട്ടില് ജോലിക്ക് വന്നതാ. അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാല് ചട്ടിയും കലവും കഴുകി തുണി അലക്കി ജീവിക്കുന്ന ഒരു സ്ത്രീയോട് എന്നാ പിന്നെ എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന്. എങ്ങനെയുണ്ട്? നമ്മുടെ ജനപ്രതിനിധിയാ, നമ്മുടെ മന്ത്രിയാ. പോട്ട് അവർക്ക് വീട് വെച്ചു കൊടുക്കണമെന്നൊന്നും പറയണ്ട, അല്ലെങ്കിൽ കരുവന്നൂരിലെ ബാങ്കിലെ പണം ഞാൻ സംഘടിപ്പിച്ചു തരാമെന്നും പറയണ്ട. ഒരു നല്ല വാക്ക് പറഞ്ഞുകൂടെ?